രാധ ടീച്ചറുടെ നെരിപ്പോടെന്ന കഥയിലെ 7-ാം ഭാഗം. ചേച്ചിയുടെ കഥ മുഴുവനായി എഴുതണമെങ്കിൽ അയാളുടെ കാര്യങ്ങൾ കൂടി പൂർണ്ണമായി എനിക്കറിയണ്ടേ? ചേച്ചിക്ക് അത് പറയുവാൻ കഴിയുമോ? എങ്കിൽ ഞാൻ കഥ എഴുതാൻ തുടങ്ങാം. ചേച്ചിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അധികം സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിനക്കായി ഞാൻ അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയാം. അയാളുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് മോളെ. അയാൾ നേരത്തെ വിവാഹിതനായിരുന്നല്ലോ. 3 പെൺമക്കളുടെ അച്ഛനുമായി. സിംഗപ്പൂരിൽ പോയി ധാരാളം സമ്പാദിച്ചു കൂട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെങ്കിലും അതെല്ലാം അനുഭവിക്കാനുള്ള യോഗം അയാൾക്കുണ്ടായില്ല. അയാളിപ്പോൾ ശരീരം പൂർണ്ണമായി തളർന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. ബോധം മാത്രം നശിച്ചിട്ടില്ല. കണ്ണുകൾ കൊണ്ട് കാണാനും ചലിപ്പിക്കാനും കഴിയുന്നുണ്ട്. സംസാരശേഷിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അയാളുടെ സഹോദരി ഇടയ്ക്ക് കാണാറുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണിത്. ഒരു ദിവസം അയാളുടെ സഹോദരി എന്നോട് പറഞ്ഞു, കൃഷ്ണകുമാറിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. അത് കേട്ടപ്പോൾ ആദ്യം ഒരു നീരസം തോന്നിയെങ്കിലും ഒന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. അയാളുടെ സഹോദരിയിൽ നിന്ന് അഡ്രസ്സും വാങ്ങിച്ചു. പോകാൻ തീരുമാനമെടുത്തുവെങ്കിലും മനസ്സിനുള്ളിലൊരു വടംവലി തന്നെ നടന്നു. പോകണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ചു. എന്നെ നശിപ്പിച്ചവനെ ഞാൻ എന്തിനു കാണണം? കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ പോകണമെന്ന് തന്നെ തോന്നി. വലിയ പ്രഗത്ഭനല്ലേ ആയിരുന്നത്? അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ട് കാണണമെന്ന് തോന്നി. ഏത് ഉദയത്തിനും ഒരു അസ്തമയമുണ്ടല്ലോ. ആ അസ്തമയം നേരിൽ കാണാം. ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. ദിനകൃത്യങ്ങളെല്ലാം ധൃതിയിൽ ചെയ്തു തീർത്തു. ഉള്ളതിൽ നല്ലൊരു സാരി എടുത്തെടുത്തു. എല്ലാം പഴകിയ സാരികൾ തന്നെ. സണ്ണിയോട് ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞു. അതിൽ കയറിയിരുന്ന് സ്ഥലവും അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഓട്ടോറിക്ഷ ഒരു വലിയ മാളികയുടെ മുന്നിൽ വന്നു നിന്നു. വലിയ ഗേറ്റിൽ പാറാവുകാരൻ നിൽക്കുന്നത് കണ്ടു. ഞാനാകെ അന്തം വിട്ടു നിൽക്കുകയാണ്. എന്തൊരു വലിയ വീട്! ഇത് തന്നെ ആയിരിക്കുമോ? എടാ മോനെ, ഈ അഡ്രസ്സ് കാണിച്ച് ആ പാറാവുകാരനോടൊന്ന് ചോദിക്കുക, ഇത് കൃഷ്ണകുമാറിന്റെ വീട് തന്നെയല്ലേന്ന്. സണ്ണി അയാളോട് വിവരം തിരുക്കുന്നത് കണ്ടു. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വീട് ഇത് തന്നെ. ചേച്ചി അകത്തേക്ക് കയറിക്കോളൂ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഞാൻ ഗേറ്റ് കടന്നു ചെന്നപ്പോൾ പാറാവുകാരൻ എൻ്റെ അടുത്ത് വന്ന് വിവരം അന്വേഷിച്ചു. ഞാൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതോടെ അയാൾ അകത്തേക്ക് കയറ്റിയിട്ടു. ഞാൻ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ അതാ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ നിൽക്കുന്നു. അകത്തേക്ക് വരൂ ചേച്ചി, കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. കൃഷ്ണകുമാറിൻ്റെ ചേച്ചി വരുന്ന വിവരം എന്നെ ധരിപ്പിച്ചിരുന്നു. ശരിയാ, ഞാൻ ചേച്ചിയോട് പോകുന്ന വിവരം പറഞ്ഞിരുന്നു. ഇരിക്കൂ ചേച്ചി. ഞാൻ സോഫയിലിരുന്നു. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയെ ആകെയൊന്ന് നോക്കി. വെളുത്തു സുന്ദരിയായ പെണ്ണ്. മുൻപൊരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി അഴക് വെച്ചിരിക്കുന്നു. അല്പം തടിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ശൈലജ ചോദിച്ചു. ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ കൃഷ്ണകുമാറിനെ ഒന്ന് കാണട്ടെ. എവിടെയാണ് കിടക്കുന്ന മുറി? ദീപേ, ഇങ്ങോട്ട് വരൂ. ഈ ചേച്ചിക്ക് അദ്ദേഹം കിടക്കുന്ന മുറി കാണിച്ചു കൊടുക്കൂ. ദീപ ഇവിടുത്തെ സെർവൻ്റാണ്. കൃഷ്ണകുമാറിനെ ശുശ്രൂഷിക്കാൻ ഹോം നേഴ്സ് ഉണ്ട്. അയാളുടെ പേര് ജോസ് മാത്യു എന്നാണ്. അയാൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. ഞാൻ ഇടയ്ക്കൊന്ന് പോയി ക്ഷേമാന്വേഷണം നടത്തും. ശൈലജയുടെ നിർദ്ദേശപ്രകാരം ദീപ എന്നെ കൃഷ്ണകുമാറിൻ്റെ മുറിയുടെ വാതിൽക്കൽ എത്തിച്ചു. അവിടെ നിന്ന് ഞാൻ ആ മുറി ആകെ വീക്ഷിച്ചു. എത്ര വിശാലമായ മുറി! സമ്പത്തിൻ്റെ അതിപ്രസരത എല്ലായിടത്തും കാണാം. മനോഹരമായ മുറിയുടെ ഒരറ്റത്ത് വിശാലമായ കട്ടിലിൽ കൃഷ്ണകുമാർ കിടക്കുന്നു. മുറിയിൽ പ്രത്യേകമായൊരു സുഗന്ധം വ്യാപരിക്കുന്നു. ഹോം നേഴ്സിൻ്റെ ശുശ്രൂഷയിലാണ് കൃഷ്ണകുമാറിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഭംഗിയായും ചിട്ടയായും അയാൾ കാര്യങ്ങൾ നടത്തുമെന്ന് കരുതിയില്ല. എല്ലാ രീതിയിലും രാജകീയമായ പ്രൗഢിയോടെ തന്നെയാണ് കൃഷ്ണകുമാറിനെ കിടത്തിയിരിക്കുന്നത്. എങ്കിലും എന്തോ ഒരു പോരായ്മയുണ്ടെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ശരീരം മരവിച്ചു പോയിട്ടുണ്ടെങ്കിലും ബോധമണ്ഡലം നന്നായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഭാര്യയുടെയും മക്കളുടെയും സ്നേഹപരിചരണങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? തീർച്ചയായും കൊതിക്കുന്നുണ്ടായിരിക്കും. അവശത അനുഭവിക്കുന്ന സമയത്തല്ലേ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം കൊതിക്കുക. ഞാൻ സാവധാനത്തിൽ നടന്ന് കട്ടിലിനടുത്തെത്തി. എൻ്റെ പാദപതനം കേട്ടിട്ടായിരിക്കണം കൃഷ്ണകുമാർ കണ്ണു തുറന്നു നോക്കി. എന്നെ പെട്ടെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം ആ മിഴികൾ അത്ഭുതത്താൽ വിടർന്നു. ആ വിശാലമായ മിഴികൾ തിളങ്ങുന്നതായി എനിക്ക് തോന്നി. അയാൾ എന്നെ തന്നെ ഉറ്റുനോക്കി കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. കണ്ണുകളുടെ ചലനം മനസ്സിലാക്കിയ ഞാൻ ആ കസേരയിലിരുന്നു. ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ കുറേ നേരം നോക്കി നിന്നു. ഇത്തിരി സ്നേഹത്തിനായി ആ കണ്ണുകൾ ദാഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ക്രമേണ സുന്ദരമായ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എനിക്കും പിടിച്ചു നിൽക്കാനായില്ല. എൻ്റെ കണ്ണുകളും നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ അദ്ദേഹത്തെ അടിമുടിയൊന്ന് നോക്കി. അല്പം പ്രായം തോന്നിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്തൊരു ദയനീയമായ അവസ്ഥ!
മനസ്സിലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ, ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെയുള്ള കിടപ്പ്. കാലത്തിനൊരവസ്ഥയുണ്ട്. അത് കറങ്ങി കറങ്ങി നമ്മളെ ഒരവസ്ഥയിലെത്തിക്കും. നമ്മൾ ഇതിന് കീഴടങ്ങി ജീവിക്കുകയേ നിവർത്തിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ വിധിയെക്കുറിച്ചോർത്തപ്പോൾ എൻ്റെ മനസ്സിലെ വൈരാഗ്യമെല്ലാം വെയിൽ കൊണ്ട മഞ്ഞ് പോലെ ഉരുകിപ്പോയി. പഴയകാല രംഗങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. വളരെ കുറച്ചുകാലം മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും ആ സുന്ദര നിമിഷങ്ങൾ കല്ലിൽ കൊത്തിയ കവിത പോലെ മനസ്സിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നു. ആ തങ്കലിപികൾക്ക് അല്പം പോലും മങ്ങലേറ്റിട്ടില്ല. കഥയുടെ തുടർച്ച നഷ്ടപ്പെടാതെ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.